യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഇങ്ങോട്ട് മാറിയേ. സിന്ധു, നിന്നോട് വാതിൽ തുറക്കാനാ പറഞ്ഞത്. സിന്ധു, സിന്ധു, സിന്ധു വാതിൽ തുറക്ക. എന്താ ചേച്ചി? എന്താ എന്താ പ്രശ്നം? പ്രശ്നം എന്താന്ന് ഞങ്ങൾ കാണിച്ചു തരാം. ആരുടെ അങ്ങോട്ട്? അജയൻ എവിടെയടി? അജയനോ? ഏതജയൻ? അജയനെ നിനക്കറിയില്ലല്ലേ? നീ മുറിക്കകത്ത് കയറ്റി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഇവളുടെ ഭർത്താവ് അജയൻ. ആ അജയൻ എവിടെയെന്നാ ചോദിച്ചത്? എനിക്കറിയില്ല, ഇവിടെ ആരും വന്നിട്ടുമില്ല എന്ന് നീ പറഞ്ഞാ മതിയോ? അവൻ ഇതിനകത്തേക്ക് വന്ന് കയറുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ? മൈഥിലി, ദേ അവൻ കട്ടിലിന്റെ അടിയിലുണ്ട്. ഇറങ്ങി വാടാ. ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. നോക്ക്, ഇറങ്ങി വാടോ ഇങ്ങോട്ട്. ഇല്ല, ഞാൻ വരൂല. പറ ഇങ്ങോട്ട്. ഇറങ്ങി വാ ഇങ്ങോട്ട്. മോളുടെ കൈ പോ, ഞാൻ വന്നോളാം. വാ, എഴുന്നേക്ക. മോളെന്താ ഇവിടെ? പൊന്ന നാറി, പറഞ്ഞു പറ്റിക്കായിരുന്നല്ലേ നീ ഇത്ര നാള് തന്നെ? അയ്യോ മോളെ, അങ്ങനല്ല. മോളോ? ആരുടെ മോള്? മിണ്ടിപ്പോരുത്. അയ്യോ, തലല്ലേ തലല്ലേ, ഞാൻ ഈ കട്ടിലടി കയറൂല. അജയേട്ടാ, അജയേട്ടാ, എന്തുപറ്റി? എന്തുപറ്റി? എന്താന്ന്? എന്താ പറ്റിയേ? അത് പിന്നെ ഞാനൊരു സ്വപ്നം കണ്ട് നിനക്കൊരു അപകടം പറ്റിയെന്ന്. മനുഷ്യനെ വെറുതെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഞാനും പേടിച്ച്. എന്നെ തന്നെ ഓർത്ത് കിടക്കുന്നതിന്റെ കുഴപ്പം ഇത്. അതെ, രാമനാമം ജപിച്ച് റൂമിൽ പോയി കിടക്കാൻ നോക്ക്. എനിക്ക് കുറച്ചുകൂടെ ജോലിയുണ്ട്, ഞാനത് തീർത്തിട്ട് വരാം. അല്ല മോളെ. എന്താ അജയേട്ടാ? മൈഥിലി, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ലടി മോളെ. അതിന് ഞാൻ കൂടെ തന്നെ ഉണ്ടല്ലോ. പോയി കിടക്കാൻ നോക്ക്. എന്റെ ദൈവമേ, എന്തൊരു സ്വപ്നമായിരുന്നത്.
കുഴപ്പമില്ല, ഇതെടുക്കാൻ പറഞ്ഞത്. ഏത് അത് മാറ്റി വെക്കടാ. ഇതെങ്ങനെ എന്റെ കയ്യൊന്ന് എന്നാലും എന്റെ നായരേട്ടാ. ഞാൻ നായരും പിള്ളയൊന്നുമല്ല. കരീം, കരീം ഭായ്, കരീം അക്തർ സഫദ് ജലാലുദ്ദീൻ. ഒറ്റ വെച്ച കൊന്നോളയും ഞാൻ. കൊല്ലല്ലേ കോവന്നൻകുട്ടി നായരെ, ഞാനൊരു പാവ. പറഞ്ഞില്ലടാ നാറി, ഞാൻ ഗോവിന്ദൻകുട്ടി നായരല്ല കരീം ഭായി ആണെന്ന്. ഇനി എന്നെ നായരെന്നെങ്ങാനും വിളിച്ച ചുട്ടുകളയും ഞാൻ. ബോംബെ അധോലോകം കിടുകിട വിറപ്പിച്ച അധോലോക നായകനാണ് ഞാൻ. നീ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോടാ? ഇല്ല സാറേ, ഇല്ല. സാറല്ല, ഭായ്. ഹം തും ഭായ് ഹേ, സബ് ലോഗ് മേരാ ഭായ് ഓർ ബഹൻ ഹേ. എന്നാ പിന്നെ ഞാൻ പോട്ടെ. നിക്കടാ അവിടെ. എന്താ നീ അങ്ങനെ അങ്ങ് പോയാലോ? നീ ഇപ്പൊ പുറത്തു പോയാ എന്നെ ഒറ്റ കൊടുക്കത്തില്ലടാ. അമ്മ ചെയ്യണ ഞാൻ ആ ടൈപ്പ് അല്ല. കള്ളനെയും കുള്ളനെയും നമ്പാൻ പാടില്ലെന്ന പ്രമാണം. നീ നല്ല ഒന്നാം തരം പഠിച്ച കള്ളനാണെന്ന് അറിഞ്ഞോണ്ട് തന്നെയാ നിന്നെ ഞാൻ എന്റെ കൂടെ താമസിപ്പിച്ചത്. നീ എന്താടാ കരീംബായിയെ കുറിച്ച് വിചാരിച്ചത്? പച്ചക്കറിയും പഴവും തിന്ന് പൂജയും പ്രാർത്ഥനയുമായി കഴിയുന്ന ഒരു പാവ ഉണ്ണാക്കാൻ ഗോവിന്ദൻകുട്ടി നായരാണെന്നോ? ഞാനൊന്നും വിചാരിച്ചില്ല എന്റെ പൊന്നു നായരെ. കരീംബായി, എനിക്ക് ജീവനം കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടാ മതി. പറഞ്ഞില്ലേ, അങ്ങനെ നീ ഇപ്പൊ ഇവിടുന്ന് രക്ഷപ്പെടണ്ട. രക്ഷപ്പെട്ടാ നമ്മൾ ഒരുമിച്ച്, പിടിക്കപ്പെട്ടാൽ ഒരുമിച്ച്. ഈശ്വര, ഇത് വലിയ കുരിശായല്ലോ. ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? കിടക്കാൻ ഒരു കിടപ്പാടം വേണമെന്ന് പറഞ്ഞപ്പോ കണ്ണ് മടച്ച് ഇവിടെ കൊണ്ടുവന്നാക്കി. സ്നേഹിക്കാൻ ഒരു മനസ്സുകൊണ്ടെന്ന് പറഞ്ഞപ്പോ ചങ്ക് പറിച്ചു തന്നു. അതിനെന്നെ എങ്ങനെ ക്രൂശിക്കണോ? അതിന് തന്നെ ആര് ക്രൂശിച്ചു? എടോ, താൻ ഇങ്ങനെ പേടിക്കാതെ. എന്റെ കൂടെ ഇപ്പൊ താൻ പറഞ്ഞ പോലെ ചങ്ക് പറിച്ചു തന്നു നിന്നാ തിരിച്ച് ഞാനും ചങ്ക് പറിച്ചു തരും. ഇതുപോലത്തെ ഉണക്ക ചങ്കൊന്നുമല്ല, നല്ല ഒന്നാം തരം മേഡ് ഇൻ ബോംബെ ചങ്ക്. തന്നെ ഞാൻ ധാരാവിയിലെ ഒരു അധോലോക ചക്രവർത്തി ആക്കും. ദാവൂദ് ഇബ്രാഹിം, ഛോട്ടാ ഷക്കീർ, വരദരാജ മുതലിയാർ എന്നൊക്കെ താൻ കേട്ടിട്ടില്ലേ? അതുപോലെ ചോര കൊണ്ട് കഥയും പകയും എഴുതുന്ന എല്ലാം തികഞ്ഞൊരു അണ്ടർവേൾഡ് കിങ് ആക്കി തന്നെ ഞാൻ മാറ്റും. എനിക്ക് മാറണ്ട, എനിക്ക് സുഗുണനായാ മതി. പറ്റില്ല, ഞാൻ തന്നെ സുഗുണൻ ഭായിയാക്കും. എന്റെ വലം കൈ അല്ല, ഇടം കൈ, അതാ എനിക്ക് ബാലൻസ്. ഇത്രയും വലിയ ആളെന്തിനാ ഈ കോളനി ഈ കുടിസുമുറി വന്ന് കിടക്കുന്നത്? അതൊരു വലിയ കഥയാണ്.